എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരു ആചാരം എന്ന് പറഞ്ഞിട്ട്, ആചാരം എന്ന് പറയുന്നത് ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം അവരുടെ ആത്മാവ് വരുന്ന ഒരു ചടങ്ങാണ്. രാവിലെ തന്നെ എല്ലാവരും കുളിക്കാൻ പോകും. തോട്ടിൽ കുളിച്ച് വരുമ്പോൾ വീട്ടിൽ അടുപ്പ് കൂട്ടി കലം വെച്ച് അതിനകത്ത് ബന്ധുക്കൾ മൊത്തം അരി വാരിയിടും. അരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് അരി തിളച്ച് വരുമ്പോഴാണ് ഒരാളുടെ ശരീരത്ത് ഇത് വന്നിട്ട് ദർശനമായിട്ട് പിടിക്കുന്നത്. എന്നിട്ട് അവർ ബന്ധുക്കളെല്ലാം വിളിച്ച് എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞവർ പോകുന്നൊരു ചടങ്ങാണ്. കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലാണുള്ളത്. പട്ടികജാതി പട്ടികവർഗ മലവെട്ടു സമുദായത്തിലാണ് ഈ ആചാരം നിലനിന്ന് പോകുന്നത്. ഇന്നും അതുപോലെ പോകുന്നുണ്ട്. അതാ നെഗറ്റീവ് പറയുന്നവരെന്ത് പണിയും പറഞ്ഞോട്ട്, നമ്മുടെ ആചാരം അതുപോലെ തന്നെ പോകുന്നുണ്ട്. അതിനൊരു മാറ്റമില്ല. അന്ധവിശ്വാസമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അത് വന്ന് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും. കാണാണ്ട് നിങ്ങൾ വെറുതെ നെഗറ്റീവ് കമൻ്റ് അടിച്ചിട്ട് കാര്യമല്ല. ആ ചടങ്ങ് വന്നിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട്, ആ ദർശനം പിടിക്കുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആചാരത്വം യഥാർത്ഥത്തിലാണോ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങൾക്ക് ഇതുവരെയും തട്ടിപ്പായിട്ട് തോന്നിയിട്ടില്ല. അത് യാഥാർത്ഥ്യത്തിൽ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അത് ട്രൈബൽ മേഖലയെ പട്ടികജാതി പട്ടികവർഗ മലവെട്ടു സമുദായത്തിൽ മാത്രമേ ഉള്ളൂ. ഇന്നും നിലനിന്ന് പോകുന്നു. ഞങ്ങൾ പരിപാലിച്ച് മുന്നോട്ട് അതുപോലെ തന്നെ ആ ചടങ്ങിൻ്റെ കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ നെഗറ്റീവ് കമൻറ്റ് കണ്ടതുകൊണ്ടാണ് തിരുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞത്. അന്നേരം അതിൻ്റെ പേരെന്ന് പറയും തെളിപ്പ് എന്ന് പറയും. മൂന്നാം ദിവസം തെളിപ്പ്. പിന്നെ 12 ഉണ്ട്, 41 ഉണ്ട്. ചിലപ്പം 12-നും വരും, 41-നും. പിന്നെ നല്ല ഓണം വിഷു നാളുകളിലെല്ലാം മരിച്ചുപോയ ആത്മാക്കൾ മറ്റുള്ളവരുടെ ശരീരത്ത് വന്ന് പഠിക്കുന്നൊരു ചടങ്ങും ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് നിലനിന്ന് പോകുന്നുണ്ട്. അതങ്ങനെ തന്നെ പോകുന്നുണ്ട്. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. കാണാണ്ട് പറയുന്നവർ എന്ത് പണിയും പറഞ്ഞോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം പരിപാലിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ.